നമ്മുടെ ചിന്തകളുടെ, ഫീലിങ്സിൻ്റെ, എമോഷൻസിൻ്റെ, കാഴ്ചപ്പാടുകളുടെ, ജഡ്ജ്മെൻറ്റ്സിൻ്റെ, ബിലീഫ്സിൻ്റെ ആകെത്തുകയാണ് ഇന്ന് ജീവിക്കുന്ന ജീവിതം. ഒരു വ്യക്തിയിലെ ഈ കാഴ്ചപ്പാടുകളും വിശ്വാസങ്ങളും അവൻ ജനിച്ച നാളിൽ നിന്നും അവനിലുണ്ടായ അനുഭവങ്ങളിലൂടെ, ചുറ്റുപാടുകളിലൂടെ, മാതാപിതാക്കന്മാർ, കുടുംബം, സമൂഹം എന്നിവയിൽ നിന്നൊക്കെ അവനിലേക്ക് എത്തപ്പെടുന്നതാണ്. ഈ അടിസ്ഥാന കാഴ്ചപ്പാടുകളിലും വിശ്വാസങ്ങളിലും ചിന്തകളിലും മാറ്റം വരുത്തുമ്പോഴാണ് ജീവിതവും മാറിത്തുടങ്ങുന്നത്. എങ്ങനെയാണ് ഒരുവൻ തൻ്റെ ജീവിതം സൃഷ്ടിക്കുന്നതെന്ന അവബോധം ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്ന മാറ്റങ്ങൾ വരുത്തുവാൻ സാധിക്കുന്നത്. പല ഹീലിംഗ് പ്രോസസ്സിലൂടെയും കടന്നുപോയി ആദ്യം മാറ്റം വന്നെങ്കിലും തിരിച്ചു പഴയ അവസ്ഥകളിലേക്ക് എത്തിപ്പെടുന്നു എന്ന അവസ്ഥകൾ ഉണ്ടാകുന്നത് ഈ അവയർനെസ് അല്ലെങ്കിൽ അവബോധം ഇല്ലാത്തത് മൂലമാണ്. പല മാർഗങ്ങളിലൂടെ ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ സൃഷ്ടിക്കുന്നു. ഒരു കാര്യത്തോട് യോജിക്കുന്നതിലൂടെയും വിയോജിക്കുന്നതിലൂടെയും മറ്റുള്ളവരിൽ നിന്ന് കോപ്പി ചെയ്തും ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തും പിക്കപ്പ് ചെയ്തും ഒക്കെ നമ്മുടെ തന്നെ റിയാലിറ്റി ആക്കി മാറ്റാറുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെ ഇത്രയും ക്ലിയറായും സിമ്പിളായും പറഞ്ഞ് മനസ്സിലാക്കി തന്നത് ആക്സസ് കോൺഷ്യസ്നസ് ആണ്. കൂടുതൽ ബോധതലത്തിലേക്ക് ഉയരാൻ സഹായിക്കുന്ന ഒരുപാട് ടൂൾസുകളും പ്രോസസ്സുകളും നിറഞ്ഞതാണ് ആക്സസ് കോൺഷ്യസ്നസ്. നമ്മളിൽ ഓരോരുത്തരിലും കുഞ്ഞുനാൾ മുതൽ പല സാഹചര്യങ്ങളിൽ മുറിപ്പെട്ട, ഒറ്റപ്പെട്ട, വേദനിക്കുന്ന, പേടിച്ചുപോയ നമ്മുടെ തന്നെ ഒരു കുഞ്ഞു വേർഷൻ, അവർ ഓൺ ഇന്നർ ചൈൽഡ് ഉണ്ട്. ഈ ഇന്നർ ചൈൽഡാണ് നമ്മുടെ മോർ ക്രിയേറ്റീവായ, എനർജറ്റിക്കായ, യാതൊരു ജഡ്ജ്മെൻറ്റുകളും ഇല്ലാതെ പ്രസൻസിലായിരിക്കുന്ന, കുസൃതികളും കുറുമ്പുകളും നിറഞ്ഞ നമ്മുടെ തന്നെ ഭാഗം. നമ്മുടെ ഇന്നർ ചൈൽഡിന് ഉണ്ടായിട്ടുള്ള മുറിവുകൾ, ഡിസപ്പോയിൻമെൻറ്റുകൾ, വേദനകൾ, ഇതിൻ്റെയൊക്കെ റിഫ്ലക്ഷനാണ് ഇന്നത്തെ പല സിറ്റുവേഷനുകളിലും നമ്മളിൽ നിന്ന് വരുന്ന റിയാക്ഷൻ. പലപ്പോഴും ഇന്നർ ചൈൽഡിൻ്റെ അൺമെറ്റ് നീഡ്സിനെ ഫുൾഫില്ല് ചെയ്യാത്തത് മൂലം കാലാകാലങ്ങളായി ഒരേ അവസ്ഥകളിലൂടെ, പാറ്റേണുകളിലൂടെ കടന്നു പോകുന്നതിന് കാരണമാകാറുണ്ട്. പലപ്പോഴും മോട്ടിവേഷൻസും അഫർമേഷൻസും വർക്കൗട്ട് ആകാതിരിക്കുന്നതും നമ്മുടെ തന്നെ ഉള്ളിലുള്ള നമുക്ക് കോൺട്രിബ്യൂഷൻ ആകാത്ത ഈ ഗാർബേജുകൾ, അതായത് ഉള്ളിലുള്ള ഭയം, ആശങ്ക, കൺഫ്യൂഷൻ, ഡൗട്ട്, ഇതൊക്കെ ക്ലിയർ ചെയ്യാത്തതാണ്. എൻ്റെ ജീവിതം മാറണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, അതിനായി അല്പം സമയം മാറ്റിവെക്കുകയും പരിശ്രമിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആവശ്യമെങ്കിൽ പുറത്തുനിന്നുള്ള സഹായം സ്വീകരിക്കുകയും വേണം. എ സ്മോൾ ആക്ഷൻ ക്യാൻ ബ്രിങ് ബിഗ് ഡിഫറൻസ് ഇൻ അവർ ലൈഫ്. അങ്ങനെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക്